നീലാഞ്ജനം പാർട്ട് 3. സ്റ്റേഷനിൽ ചെന്നിട്ടും നിരഞ്ജന് ഇരിപ്പുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. ആരും മൂട്ടിൽ തീയിട്ട മാതിരി തെക്ക് വടക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഈ സാറിന് എന്താ പറ്റിയത്? വന്നപ്പോൾ മുതൽ തുടങ്ങിയ വെപ്രാളവും പരവേശവുമാണല്ലോ. ക്യാമ്പിന് പുറത്തിരുന്ന കോൺസ്റ്റബിൾ തൊട്ടടുത്തിരിക്കുന്നയാളോട് ചോദിച്ചു. അത് താൻ പുതിയതായോണ്ടാ കണ്ടിട്ട് അത്ഭുതപ്പെടുന്നത്. 2 ദിവസം കഴിയുമ്പോൾ ശരിയാവും. അതെന്താപ്പോ കഥ? അതൊന്നും ഇല്ലടോ. സാറിൻ്റെ വീടിനകത്തൊരു പെൺകൊച്ചുണ്ട്. അതിന് ഈ കാക്കിയും പോലീസിനെയും കണ്ണിന് നേരെ കാണുന്നത് അലർജിയാണ്. അതിൻ്റെ കയ്യിൽ നിന്ന് സ്ഥിരം പണി വാങ്ങിക്കൂട്ടലാണ് നമ്മുടെ സാറിൻ്റെ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ടുള്ള പരിപാടി. ഇത്രയും നാളും ഇങ്ങനെ തല്ലി പിടിച്ചിട്ടും സാർ തിരിച്ചൊന്നും ചെയ്തിട്ടില്ലേ ആ കുട്ടിയെ? ഉവ്, തിരികെ പണി കൊടുക്കാൻ പോയാലും അതിനേക്കാൾ വേഗത്തിൽ അതിൻ്റെ കയ്യിലിരിക്കുന്ന പണിയും വാങ്ങി കീശിലിട്ട് വരാറാണ് പതിവ്. എന്തോ ഓർത്തുകൊണ്ടാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ ഇത് സ്ഥിരം പരിപാടിയാണല്ലേ? പിന്നല്ലാതെ. എന്നിട്ടൊരു 2-3 മണിക്കൂർ ഇങ്ങനെ തെക്ക് വടക്ക് നടന്ന് ആ കൊച്ചിനെയും അതിൻ്റെ 10 തലമുറയെയും ചീത്ത വിളിക്കുമ്പോൾ നമ്മുടെ സാറിനൊരു ആശ്വാസമൊക്കെ കിട്ടും. ഇതേ സമയം നിരഞ്ജൻ ആ പെണ്ണിനെക്കുറിച്ച് ചിന്തിച്ചു കൂട്ടുന്ന തിരക്കിലായിരുന്നു. ഞാനും അവളും തമ്മിൽ എന്തൊക്കെ പ്രശ്നം വന്നാലും പുത്തൻപുരയ്ക്കലെ മാഷിനും കുടുംബത്തിനും അവൾ ആ നരുന്ത പെണ്ണിന് കഴിഞ്ഞ ബാക്കി എന്തുള്ളൂ. വന്ന് ആ വീട്ടിൽ തനിക്ക് തീരെ വിലയില്ലാതായിട്ടുണ്ട്. നോക്കാം എവിടം വരെ പോകുമെന്ന്. അതും മനസ്സിൽ പറഞ്ഞവൻ ചെയറിലേക്ക് ഒന്നുകൂടെ അമർന്നിരുന്നു. അപ്പോഴും മനസ്സാകെ നിറഞ്ഞു പൂത്തു നിന്നത് അവളായിരുന്നു, ആമി. സാറേ, ആ കോളേജിൻ്റെ മുമ്പിൽ അടി നടക്കുന്നുണ്ട്. നമ്മൾ ചെന്നില്ലെങ്കിൽ ആ തലതെറിച്ച പിള്ളേർ തമ്മിൽ തല്ലിച്ചാവും. വേഗം വായോ. വെപ്രാളത്തോടെ കോൺസ്റ്റബിൾ വന്ന് പറഞ്ഞതും നിരഞ്ജനും കൂട്ടരും സ്റ്റേഷനിൽ നിന്നും നേരെ അങ്ങോട്ടേക്ക് വിട്ടു. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആകെ അവിയൽ പരുവത്തിൽ അടിനാശം വെള്ളപ്പൊക്കമാണ്. അതിനിടയിൽ കോളാമ്പിയിലൂടെ ഉപദേശിച്ചാലൊന്നും നന്നാവില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ജീപ്പിൻ്റെ പുറകിൽ നിന്ന് ലാത്തി വലിച്ചെടുത്ത് ബാക്കിയുള്ളവർക്ക് അനുമതിയും എല്ലാത്തിനെയും അടിച്ചോടിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ കുറേ എതിർത്ത് നിന്നെങ്കിലും നല്ല 4 കീറി കിട്ടിയപ്പോൾ എല്ലാണവും ചിതറിയോടാൻ തുടങ്ങി. 1-2 മണിക്കൂർ നേരത്തെ കഷ്ടപ്പാടിനിടയിൽ എല്ലാത്തിനെയും ഓടിച്ചു വിട്ടതും നിരഞ്ജന കൂട്ടരും നന്നേ തളർന്നിരുന്നു. കോളേജിലെ കുറേ പയ്യന്മാരും പുറത്തുനിന്ന് വന്നവന്മാരും ചേർന്ന് തുടങ്ങി ചെറിയൊരു ചൊറിച്ചിലാണ് ഈ കാണുന്ന പരുവത്തിൽ കലാശിച്ചത്. കുറേ എണ്ണത്തിനെ പിടിച്ച് അകത്തിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് തൻ്റെ പോക്കറ്റിൽ കിടന്ന് വൈബ്രേറ്റ് ചെയ്ത് കോൾ കട്ടായി പോയതവൻ അറിഞ്ഞത്. ആരെന്നറിയാൻ എടുത്തു നോക്കിയതും അമ്മയും അച്ഛനും എല്ലാവരും മാറി മാറി വിളിച്ചേക്കുന്നു. ഇതിപ്പോൾ എന്താ കാര്യം? പതിവില്ലാത്തതാണല്ലോ ഈ വിളിയൊക്കെ. ഉള്ളൊന്ന് കാളിക്കൊണ്ട് തിരികെ നമ്പർ ഡയൽ ചെയ്ത് ചെവിയിലേക്ക് വെച്ചൊരു ബെൽ കേട്ട് തീരുന്നതിന് മുമ്പേ മറുപുറത്ത് കോൾ കണക്റ്റായിരുന്നു. മോനെ, ആമി കോളേജിൽ എന്തോ പ്രൊജക്റ്റ് വയ്ക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കുട്ടിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവിടെ എന്തൊക്കെയോ പ്രശ്നം നടക്കുന്നുവെന്ന് അച്ഛൻ ആരെയോ വിളിച്ചപ്പോൾ പറഞ്ഞു. നീ ഒന്ന് പോയി നോക്ക്. എനിക്ക് ശരീരമൊക്കെ തളരുന്നടാ, പോയി നോക്ക്, ഒരു തളർച്ചയോടെ കല്യാണിയമ്മ പറഞ്ഞു. മറുപുറത്ത് നിന്ന് ഓരോന്ന് കേൾക്കുന്നതോറും നിരഞ്ജൻ്റെ നെഞ്ച് നീറി പുകയാൻ തുടങ്ങി. അമ്മ പേടിക്കണ്ട, ഞാനിവിടെ തന്നെയുണ്ട്. നോക്കട്ടെ ആ തലതെറിച്ച പെണ്ണിനെ. വെറുതെ ടെൻഷൻ ആവല്ലേ, ഞാൻ കൈയോടെ കൂട്ടിക്കൊണ്ടുവരാം. ഉള്ളിലെ സംഘർഷം മറച്ചവൻ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. കോൾ കട്ട് ചെയ്ത് മുന്നിൽ കണ്ട ആൾക്കൂട്ടത്തിനെ വകഞ്ഞു മാറ്റി ക്യാമ്പസിലേക്ക് നടക്കാൻ തുടങ്ങി. തലയിൽ നിന്നും രക്തം വാർന്നൊഴുകി ചലനമില്ലാതെ കിടക്കുന്ന ആമിയെ നോക്കി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നവർ. ആദ്യത്തെ ഒരു അമ്പരപ്പ് മാറിയതും നിരഞ്ജൻ ആമിയെയും കോരിയെടുത്ത് അടുത്ത് കണ്ട ജീപ്പ് ലക്ഷ്യമാക്കി ഓടി. തുടരും.